ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവൻ അവനെ വിളിപ്പിച്ച്, നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാറെ കാര്യവിചാരകൻ, ഞാൻ എന്തു ചെയ്യണ്ടു? യജമാനൻ കാര്യവിചാരകനിൽ നിന്നും എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരകനിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്ക് അറിയാം എന്നുള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാന്റെ കടക്കാരിൽ ഓരോരുത്തരെ വരുത്തി ഒന്നാമത്തവനോട്, നീ യജമാന് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവരോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരുവനോട്, നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോട് പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവൻ അധികത്തിൽ വിശ്വസ്തൻ, അല്പത്തിൽ നീതികേട് കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനെ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായി നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും? അന്യമതയിൽ വിശ്വസ്തരല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ആർ തരും? 2 യജമാന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിനും കഴിയുകയില്ല. അവൻ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾ ദൈവത്തിനെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല.